സുഹൃത്തുക്കളെ, ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ന്യൂആൾസ് ലോ കോളേജിൽ നിന്നും അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു പ്രദേശം ആയിട്ടുള്ള കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ മനോഹരമായിട്ടുള്ള ഒരു വീട് പരിചയപ്പെടുത്തുന്നത്, വില്ല പ്രൊജക്ട്. അപ്പൊ ഇതിന്റെ ലാൻഡ് ഏരിയ, സ്ക്വയർ ഫീറ്റ്, ബെഡ്റൂം, ലൊക്കേഷനൊക്കെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഏതെങ്കിലും ടൈമിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഈ കാണുന്ന വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന 3 വില്ലകളാണ്. കണ്ട 3 വില്ലകൾ നല്ല എലിവേഷനിലും നല്ല കളർ കോമ്പിനേഷനിലും നല്ല ടെക്സ്ചർ വർക്കിലും ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ നല്ല ഫിക്സ്ഡ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് വെറൈറ്റി രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടേക്കുള്ള വഴി സൗകര്യം തന്നെ ഏകദേശം 5 മീറ്ററോളം വരുന്ന വഴി സൗകര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് നല്ല മനോഹരമായി തന്നെ ഇതിന്റെ ഇന്റേണൽ റോഡ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ ഇതിന്റെ കോമ്പൗണ്ട് വാളൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഒരുപാട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്താണ് ഇതിന്റെ ആ ഒരു ഡിസൈൻ വർക്ക് ക്ലിയർ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടേക്കുള്ള സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റും വേണ്ട ഒരുപാട് വില്ലകളൊക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഒരുപാട് IT പ്രൊഫഷണൽസും ഡോക്ടേഴ്സൊക്കെ വന്ന് താമസിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഇതിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടല്ലോ, 3 വില്ലയും നമുക്ക് 7 സെന്റിലാണ് വരുന്നത്. അതുപോലെ 3300 സ്ക്വയർ ഫീറ്റിൽ 3300 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച്, അത് വലിയ കാർ പോർച്ച് തന്നെയാണ്. നമുക്ക് 2 വാഹനം ഇവിടെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് ഗാർഡൻ ഏരിയ ഒക്കെ തിരിച്ച് പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ 3 വാഹനം സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2 വാഹനം ഇവിടെയും 1 വാഹനം ആ ഒരു ഭാഗത്തും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്താണ് ഇതിന്റെ ബിൽഡർ ക്ലിയർ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഏകദേശം 98% വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ ക്ലീനിങ് വർക്കും അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമായിട്ടാണ് ബാലൻസ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ ഇവിടെയൊക്കെ കണ്ട ഈ ഒരു ഭാഗം നോക്കിയാലും ഇതിന്റെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് കിഴക്ക് ഭാഗത്തേക്കാണ് ഇതിന്റെ ദർശനം വരുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരുന്നുണ്ട്. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സൗകര്യം വരുന്നത്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പിന്നെ സെറ്റ് ബാക്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം 2 മീറ്ററോളം തിരിച്ചിട്ടാണ് സെറ്റ് ബാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടല്ലോ, നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ, ഇതിന്റെ എലിവേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല സൗകര്യം കൊടുത്ത് 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ, അതുപോലെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് നല്ല നോക്കുമ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ ഒക്കെ വിരിച്ച് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് കിടക്കേണ്ടത് അല്ലേ. വാ, കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ നല്ല മനോഹരമായി തന്നെ അത്യാവശ്യം നല്ല കടക്കാവുന്ന രീതിയിൽ നല്ലൊരു പാസേജ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതെ 2 ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറ് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും തേക്കിൽ തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫ്രെയിം മൊത്തം തേക്കിലാണ് വരുന്നത്. ഇത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെയായിട്ടാണ് ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഡബിൾ ഹൈറ്റിലാണ്. വളരെയധികം വ്യത്യസ്തത ഈ ഒരു വീടിന് ഇതിന്റെ ഓണർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്, ഈ ഒരു ബിൽഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ നിങ്ങൾ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും വീടുകൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ. ഈ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇഷ്ടിയുടെ കളർ വരുന്ന ഒരു ടൈല് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു സ്പേസ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് വലിയൊരു ഫ്രെയിം വരുന്നുണ്ട്. അതുപോലെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും വലിയൊരു ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മേളിലും നമുക്ക് 2 വിൻഡോ വരുന്നുണ്ട്. അതും നല്ല വൈഡ് വിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഗ്ലാസും വരുന്നുണ്ട്. അപ്പൊ എത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഇതിന്റെ ഓണർ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വളരെയധികം വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ട് ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വൈബ് കിട്ടുന്ന രീതിയിൽ ഇതിന്റെ ഈ ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭിത്തിയിൽ മൊത്തം
ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെയധികം വ്യത്യസ്തത ഈ ഒരു ഏരിയയിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. അകത്തെന്ന് പറയുമ്പോൾ ഇതിന്റെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്ത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ വെക്കാനുള്ള സൗകര്യത്തിലാണ്. ഇത് നോക്കി, ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ 8ഓളം പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതിന്റെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്ക് ആണെങ്കിലും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു ഫ്രഞ്ച് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. വലിയൊരു ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വലിയ കർട്ടൻ ഇട്ട് സജ്ജീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ 3 പാളികളുള്ള വിൻഡോ മേളിലും വരുന്നുണ്ട്. ഈ 3 പാളികളാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇതൊക്കെ തുറന്നിട്ടാലും നല്ല കാറ്റും നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ താഴെ നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. താഴെ 2 ബെഡ്റൂം എന്ന് പറയുമ്പോൾ പറ്റില്ല, ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമും അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് 2ാമത്തെ ബെഡ്റൂമും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് നമുക്ക് വളരെ വ്യത്യസ്തത ഇതിന്റെ ഓണർ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പേസിൽ നമുക്ക് TV യൂണിറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്ലൈഡിംഗ് ഡോർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷൻ ആണ്. അതുപോലെ ഇവിടെയൊക്കെ കർട്ടൻ വരുന്നുണ്ട്. സെമി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇതിന്റെ ഓണർ ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കണ്ടാ വന്നേ, ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം. അപ്പൊ ആ ഒരു ഭാഗത്തുനിന്നും ഈ ഒരു ഭാഗത്തുനിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം കവേർഡ് ആയിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടാ സെറ്റ് ബാഗ് ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ സെറ്റ് ബാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടാ ഇത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. ഇനി കാണാനുള്ളത് നമുക്ക് 2 ബെഡ്റൂം, താഴത്തെ 2 ബെഡ്റൂമും കിച്ചണും നമുക്ക് കാണാനുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇവിടെ വാഷ് ബേസിൻ ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത്. മേളിൽ നിന്നൊക്കെ സൺലൈറ്റ് ഡയറക്ട്ലി കിട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ നല്ല മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഹിൻഡ്വെയറിന്റെ ആണ് ഇത് വരുന്നത്. ഈ മൊത്തം കൗണ്ടർ വരുന്നത് ഹിൻഡ്വെയറിന്റെ ആണ്. ഈ ടാപ്പ് ആണെങ്കിലും ഈ ഒരു ബേസൺ ആണെങ്കിലും ഹിൻഡ്വെയറിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂം എന്ന് പറയുമ്പോൾ കുറച്ച് വർക്ക് ബാലൻസ്ഡ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ടൈലില് ഈ പോയിന്റ് ഒക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് കോട്ട് കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 ഭാഗത്തും ചുറ്റിനും 4 ഭാഗത്തും നമുക്ക് ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ബേ വിൻഡോ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയും നമുക്ക് ഒരു കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ഇതിൽ ഈ ഒരു ബെഡ്റൂമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള വാൾഡ്രോബ്സ് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അതുപോലെ ഈ 2 ഭാഗത്തും നമുക്ക് ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ്, സാനിറ്ററി ഐറ്റംസ് എല്ലാം വരുന്നത് ഹിൻഡ്വെയറിന്റേതാണ്. ഇങ്ങനെ ഒരു രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ഗ്ലാസ് ഇട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷവറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. മിക്സ്ഡ് ഷവറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കൺസീൽഡ് ഓട് കൂടിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഹിൻഡ്വെയറിന്റെ തന്നെയാണ് അതും സജ്ജീകരിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായി തന്നെ നല്ല കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അതും ഈ വാളിലും താഴെ ഫ്ലോറിലും സെയിം ടൈലുകൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്ക് ആണെങ്കിലും മനോഹരമായി തന്നെ അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഡോറ് നോക്കുകയാണെങ്കിൽ ഡോറെല്ലാം തേക്കിൽ തന്നെയാണ്. ഏകദേശം ഒരു 80%, 80% തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് 2ാമത്തെ ബെഡ്റൂം. 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. കേട്ടോ, വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡ് ഗ്ലാസ് ആണ് മൊത്തം. ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ അതും ടഫ്ലൻഡ് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഫ്രണ്ട് എലിവേഷൻ തന്നെ വളരെ വ്യത്യസ്തമാക്കുന്നുണ്ട്.
പിന്നെ ഇവിടെയായിട്ട് വാൾഡ്രോബിന്റെ സ്ഥാനം വരുന്നത്, അതും സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ളത്, സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ആ ഒരു ഏരിയയും സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെയായിട്ട് കോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം 3 ബെഡ്റൂമിലും നമുക്ക് കോട്ട് അതുപോലെ മാട്രസ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കി എടാ, ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും വലിയൊരു ഗ്ലാസ് ഇട്ട് അതും ഈ ഒരു ഭാഗം വിൻഡോ ആയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ബാത്റൂമിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്ത് അത് പാർട്ടീഷൻ ചെയ്തിട്ടില്ല കേട്ടോ. മറ്റേ ബാത്റൂമിനെ അപേക്ഷിച്ച് ഇത് ആ ഒരു സൈസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ടീഷൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതും കൺസീൽഡോട് കൂടിയിട്ടുള്ള, അതുപോലെ ടൈലുകൾ വ്യത്യാസമുണ്ട്. ഇതിന്റെ വാൾ ടൈല് മറ്റ് ബാത്റൂമിനെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ വേണ്ട ഇവിടെയായിട്ടാണ് ലൈറ്റിന്റെ സ്ഥാനം വരുന്നത്, വേണ്ട സ്വിച്ചിന്റെ സ്ഥാനം വരുന്നത്. വാ കിച്ചണിലേക്ക് കിടക്കുകയാണെങ്കിലല്ല, മോഡുലർ കിച്ചൺ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മോഡുലർ കിച്ചൺ ആണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഇത് മറ്റുള്ള വീടിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തത ഈ ഒരു കിച്ചണിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ, അതായത് എല്ലാ വീടുകൾക്കും ഇപ്പോൾ ഉള്ള വീടുകൾ കുറെ കംപ്ലൈന്റുകളുണ്ട്. അതായത് ഈ ഒരു നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട്. അത് ഇവിടെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇത് ഈ ഒരു ഭാഗം വരുന്നത് നമുക്ക് എന്താണെന്നറിയോ, ഓവർഹെഡ് ചിമ്മിണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും നാനോ വൈറ്റിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. കണ്ട ഇത്രം ഒരു ഏരിയ ബ്ലൈൻഡ്സ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായി തന്നെ ഈ ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണെങ്കിലും നമുക്ക് ഒരുപാട് വാൾഡ്രോബ്സ് കാര്യങ്ങളെല്ലാം ഇവിടെയും വരുന്നുണ്ട്. അപ്പം സീലിംഗ് വർക്കിലേക്ക് വരാണെങ്കിലോ വളരെ വ്യത്യസ്തത ഈ ഒരു ഏരിയയിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മൊത്തം ചുറ്റിനും നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം നല്ല മനോഹരമായി തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴല്ല എന്റെ മോനെ എന്ത് സൗകര്യം നോക്കി കണ്ടാ. ഇതാണ് വർക്ക് ഏരിയ. ആ ഒരു ഭാഗത്തു നിന്ന് നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടാ. അപ്പൊ എന്തോരം സെറ്റ് ബാക്ക് ഏകദേശം ഒരു 1.5 മീറ്ററോളം സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ്, 2 മീറ്ററോളം സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നാതെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും നമുക്ക് ഒരുപാട് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഏരിയ ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല വെളിച്ചവും കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പൊ മനോഹരമായി തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയ എല്ലാം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കേസിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അപ്പൊ സ്റ്റെയർ കേസ് നമുക്കൊന്ന് കണ്ടുവരാം. വാ സ്റ്റെയർ കേസിലേക്ക് കയറുമ്പോട്ടില്ല, ഇതിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ബിൽഡർ എന്താണെന്നറിയോ, ഇത് പാനലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ സ്റ്റെയർ കേസിൽ വുഡിന്റെ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് സ്ട്രെച്ചറിലാണ് ഇതിന്റെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഹാൻഡ് റെയിൽ ആണെങ്കിലും തേക്കിൽ തന്നെയാണ്. ഫ്ലോറിലാണെങ്കിലും പാനലിംഗ് വർക്ക് തേക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ ലാൻഡിംഗ് ഏരിയ നല്ലൊരു സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ഫ്രെയിം വരുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാനും നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇത് വളരെ നല്ല വ്യത്യസ്തമായിട്ട് തന്നെ ഈ ഒരു ഫ്രണ്ട് എലിവേഷനെ പോലെ തന്നെ ആ ഒരു സൈഡ് പോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വേണ്ട വലിയൊരു കർട്ടനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നല്ല നാച്ചുറൽ കാറ്റും കിട്ടാവുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കിലേക്ക് വരാണെങ്കിൽ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് അപ്പർ ലിവിങ് ഏരിയ. എന്താ ലിവിങ് ഏരിയ ഒരുപാട് സൗകര്യം നമുക്ക് ലിവിങ് ഏരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കാറ്റും നല്ല വെളിച്ചവും നല്ലൊരു നാച്ചുറൽ രീതിയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരുപാട് വില്ലകൾ നമുക്ക് ഈ ഒരു വില്ലേനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. പിന്നെ
ഈ ഒരു ഭാഗത്തും നമുക്ക് ഒരുപാട് സ്പേസ്, നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഒരു വീടിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എത്ര സെന്റാന്നുള്ളത് അറിയാവല്ലോ, 7 സെന്റില് 3300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് 4 ബെഡ്റൂം ആയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് സൺലൈറ്റിലെ ഡയറക്റ്റ്ലി നമുക്ക് വാഷ് ബേസിൻ ഒരു ഏരിയയിലേക്ക് അടിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം, അതായത് അപ്പർ ലിവിംഗ് ഏരിയയിലെ ആദ്യത്തെ ബെഡ്റൂം. സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് വാൾഡ്രോബ്സ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോ വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു കോട്ടിന്റെ സ്ഥാനം വരുന്ന ഒരു ഭാഗത്താണ്. ഇവിടെയും ഒരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് വലിയൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ. ഇവിടെ ആയിട്ട് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള, അത് താഴത്തെ ബാത്റൂമിനെ അപേക്ഷിച്ച് കളർ കോമ്പിനേഷൻ വളരെ വ്യത്യസ്തത ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഒരേ കളറല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് ബാത്റൂം എല്ലാ ബെഡ്റൂമിലും ബാത്റൂം ടൈലുകളും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ കൺസീൽഡോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക്, അത് ഹിന്ദുകാരുടെ തന്നെ മൊത്തം ഇതിന്റെ കമ്പനി എല്ലാം വരുന്നത് ഹിന്ദുകാരുടെ തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കാവാം. ഇവിടെ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും താഴത്തെ ബെഡ്റൂമിനെ പോലെ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. കണ്ടാ, ഇവിടെ നിന്ന് ഒരു വലിയ ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെയായിട്ട് വാൾഡ്രോബ്സ് ഇവിടെയായിട്ട് വരുന്നത്. അതുപോലെ സീലിംഗ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ലൈറ്റുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ബാത്റൂമിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഈ യൂട്ടിലിറ്റി ഏരിയ എന്താ, യൂട്ടിലിറ്റി ഏരിയ ഇത് നമുക്ക് വളരെയധികം ഒരു ബെഡ്റൂമിന്റെ അത്രയും സ്പേസ് നമുക്ക് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയിലും ഒരുക്കിയിട്ടുണ്ട്. നല്ല കാറ്റാണ്, എന്താ അവിടെ നിന്നുള്ള കാറ്റ്. അവിടെ നിന്ന് വീടുകളില്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു കാറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എവിടെയായിട്ടാണ് ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്, അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരുപാട് IT പ്രൊഫഷണൽസ് ഒക്കെ വന്ന് താമസിക്കുന്ന നല്ലൊരു ലൊക്കേഷനാണ് കുഴിവേലിപ്പടി എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്ക് ആണെങ്കിലും ഈ ഒരു ഏരിയ വളരെയധികം വ്യത്യസ്തത ഇതിൻ്റെ ഓണർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ ഫ്രണ്ട് എലിവേഷന് തന്നെ വളരെയധികം വ്യത്യസ്ത രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള വളരെ ആ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 3 പ്രോപ്പർട്ടിയാണ് ഇത്, 1, 2, 3 അങ്ങനെ 3 പ്രോപ്പർട്ടിയും ഒരേ എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന പ്രോപ്പർട്ടി. 7 സെന്റ് സ്ഥലം, അതുപോലെ 3300 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ഏരിയ. അതുപോലെ ഒരുപാട് സൗകര്യം ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണെന്ന് അറിയാമോ? ഇതിന് ചോദിക്കുന്ന പ്രൈസ്, ഇത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും എല്ലാം കൊണ്ട് ആക്സസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ. ഇത് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നത്, ആ നമ്പറിൽ വിളിച്ചോ. നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചേക്ക്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം.